നമസ്കാരം. സീമന്തപുത്രിക്ക് വേണ്ടി പിണറായി വിജയൻ കട്ടും മോഷ്ടിച്ചും പിടിച്ചുപറിച്ചും ഉണ്ടാക്കിയതും അതിനു പുറമെ മകളും അപ്പനും കൂടി കൂട്ടുനിന്ന് കെട്ടതുമൊക്കെ കൈവിട്ടു പോവുകയാണെന്നാണ് പുതിയ വാർത്ത. അങ്ങനെ ഒടുവിൽ അതും സംഭവിക്കുകയാണ്. വീണ വിജയന്റെ പേരിലുള്ള സ്വത്തെല്ലാം കണ്ടുകെട്ടാൻ ED തീരുമാനിച്ചു. ഇതൊരു ചെറിയ വാർത്തയല്ല. തെറ്റ് ചെയ്തവൻ എന്നാണെങ്കിലും കണക്കു പറഞ്ഞ് ശിക്ഷ എണ്ണി വാങ്ങേണ്ടി വരുമെന്നുള്ളതിന് കൃത്യമായി കണ്ണു തുറന്ന് കാണാൻ കഴിയുന്ന ഉദാഹരണമാണ് വീണയുടെ സ്വത്ത് കണ്ടുകെട്ടാൻ പോകുന്നത്. ഈ മകൾക്ക് വേണ്ടിയാണല്ലോ കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യരെ പിണറായി വിജയൻ എന്ന മനുഷ്യൻ പറ്റിച്ചത്. ഈ മകൾക്ക് വേണ്ടിയാണല്ലോ അണികളെയൊക്കെ ഇരുമ്പഴിക്കുള്ളിലാക്കിയും കൊന്നൊടുക്കിയും പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിൽ മുടിചൂടാ മന്നനായി വാഴാൻ മോഹിച്ചത്, അധികാരം പിടിച്ചെടുത്തത്. ഒടുവിൽ എന്തായി? സമ്പാദിച്ചു വെച്ചതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാവുന്നു. 2 നാൾ ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. പിണറായിക്ക് ഭഗവാനെ വിശ്വാസമുണ്ടാകില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് നേതാവ് എങ്ങനെ ഈശ്വരന് മുന്നിൽ പോലും കൈകൂപ്പി നിൽക്കും? പിണറായി അടക്കമുള്ള പല നേതാക്കളും ദൈവങ്ങൾക്കും ബിംബങ്ങൾക്കും മുന്നിൽ കൈകെട്ടി താൻ ആരാടോ എന്ന ഭാവത്തിൽ നിന്ന ചരിത്രം ഒരുപാട് കണ്ടതാണ് കേരളം. പക്ഷേ ഒടുവിൽ പിണറായി കളിച്ചത് അയ്യപ്പനോടാണ്. അയ്യപ്പന്റെ മണ്ണിൽ കടന്ന് കക്കാൻ കൂട്ടുനിന്നത് മുതൽ പിണറായിയുടെ ശനി ആരംഭിച്ചു എന്ന് വേണം പറയാൻ. പരിപാവനമായ മണ്ണിൽ സ്ത്രീകളെ കയറ്റി ക്ഷേത്രത്തിന്റെ വിശുദ്ധി കാലാകാലങ്ങളായി അനുവർത്തിച്ചു വന്ന മാമൂലുകൾ, വിശ്വാസങ്ങൾ ഒക്കെ തച്ചുടച്ചുകൊണ്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസി സമൂഹത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് പിണറായി തന്റെ രാഷ്ട്രീയ അധികാരം വിനിയോഗിച്ചപ്പോൾ പിണറായിയുടെ തോളിലെ മാറാപ്പ് ആദ്യം ദൈവം പണിഞ്ഞുവെച്ചു. പിന്നീട് ആ മണ്ണിലുണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ കട്ടും മോഷ്ടിച്ചും നാടുകടത്തിയപ്പോൾ, അയ്യപ്പന്റെ പൊന്നെല്ലാം ഉരുക്കി പണിത് ചെമ്പാക്കി മാറ്റിയപ്പോൾ പിണറായി ഇരുന്ന കേരളത്തിന്റെ രാജസിംഹാസനം തന്നെ കുലുങ്ങി തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അയ്യപ്പന്റെ പൊന്നും പണ്ടവും കട്ടവരെയൊക്കെ തങ്ങളുടെ അണികളാണെന്ന് പറഞ്ഞു ചേർത്ത് നിർത്താം. പാർട്ടി തെറ്റുകാരനാണ് എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് തെളിവുകൾ സഹിതം 101% ഉറപ്പാകുന്നതുവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ മറ്റു ശിക്ഷാ നടപടികൾ നടപ്പാക്കുകയോ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു പറയാം. പക്ഷേ മനുഷ്യർ തെറ്റ് ചെയ്യുകയും അതിന് ചോദ്യം ചെയ്യേണ്ട അധികാരികൾ കണ്ണടയ്ക്കുകയും ചെയ്യുന്നിടത്ത് ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കേരള മുഖ്യമന്ത്രി സ്ഥാനത്ത് 10 വർഷം ഇരുന്ന പിണറായി വിജയൻ എന്ന മനുഷ്യൻ തല കുനിച്ച് നാണം കെട്ട് ഭരണകസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. അതിനുശേഷം സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ പിണറായിയുടെ മുഖം കാണുന്നിടത്തൊക്കെ അണികൾ, കൂടെ നിന്നവരൊക്കെ പിണറായി ഒരുത്തനാണ് ഈ പാർട്ടിയെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചതെന്ന്, പാർട്ടിയുടെ തോൽവിക്ക് കാരണക്കാരനെന്ന്, പിണറായി എന്നൊരു മനുഷ്യനിലേക്ക് മാത്രം പാർട്ടി ചുരുങ്ങിപ്പോയെന്ന്, ഇനിയെങ്കിലും വീട്ടിൽ പോയി ഇരിക്കെന്ന്, പ്രതിപക്ഷ നേതാവ് ഇതുപോലൊരു മനുഷ്യനെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. എന്നിട്ടും ഇപ്പോഴും അധികാര കൊതിമൂത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഈ വൃദ്ധ ആയ പിണറായി വിജയൻ ഇരിക്കുമ്പോൾ അടുത്ത പണി ദൈവം കൊടുത്തത് മകൾക്കായിരുന്നു. CMRL എക്സാലോജിക് സാമ്പത്തിക തട്ടിപ്പ് കേസ് കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കേസാണെന്നാണ് പിണറായിയും കൂട്ടരും വാദിക്കുന്നത്. അന്വേഷണ സംഘം ഇത് അന്വേഷിക്കുന്നത് മോദി സർക്കാരിന് വേണ്ടിയാണ് എന്നാണ് പിണറായി വരുത്തി തീർക്കുന്നത്. അതൊക്കെ ശരിയാണെന്നിരുന്നാൽ പോലും എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ മകൾക്ക് ഈ അന്വേഷണ സംഘം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ മകൾക്ക് അന്വേഷണ സംഘം ചോദിക്കുന്ന തെളിവുകൾ കൃത്യമായി സമർപ്പിക്കാൻ കഴിയാത്തത്? ഈ കമ്പനിക്ക് വേണ്ടി വീണയുടെ കമ്പനി ചെയ്തു കൊടുത്ത പ്രവർത്തനങ്ങൾ എന്താണ്? ഒരെണ്ണം പോലും പറയാൻ വീണയ്ക്ക് ഇപ്പോഴും കഴിയുന്നില്ല. ചോദ്യങ്ങൾ നിരവധിയാണ്. CMRL എക്സാലോജിക് പണമിടപാടു കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ സ്വത്ത് കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൊച്ചി ED ഓഫീസിൽ ഇതിനുള്ള നടപടിക്രമങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. കേസിൽ ഉൾപ്പെട്ട CMRL അധികൃതരുടെയും സ്വത്ത് കണ്ടുകെട്ടിയേക്കും. ED ഉദ്യോഗസ്ഥ സംഘം ഈ മാസം ആദ്യം കണ്ണൂരിലെ പിണറായി പാതിരിയാട് വില്ലേജുകളിലെത്തി പരിശോധന നടത്തിയിരുന്നു. പിണറായി പാറപ്രം റോഡിൽ വീണയുടെ പേരിൽ 80 സെന്റ് ഉണ്ട് എന്നാണ് ലഭിച്ച വിവരം. പാതിരിയാട് വില്ലേജിൽ പിണറായി വിജയന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലവും അന്ന് ED ഉദ്യോഗസ്ഥ സംഘം പരിശോധിച്ചിരുന്നു. ഇതും വീണയുടെ പേരിലുള്ളതാണെന്നാണ് സൂചന. നേരത്തെ വീണ വിജയന്റെ 1.5 ലക്ഷം രൂപയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു. CMRL കമ്പനിയിൽ ആദായ നികുതി വകുപ്പ് 2019 ജനുവരിയിൽ നടത്തിയ പരിശോധനയിൽ ഏകദേശം 130 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ കണ്ടെത്തിയിരുന്നു. ഇതിൽ വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് IT കൺസൾട്ടൻസി സേവനങ്ങളുടെ പേരിൽ നൽകിയ 2.78 കോടി രൂപയുടെ വ്യാജ പേയ്മെന്റുകളും ഉൾപ്പെടും.
8-10 മണിക്കൂർ കേരളം ഭരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുതിർന്ന പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകളെ കേന്ദ്ര അന്വേഷണ സംഘമല്ല, ഇനി രാജ്യാന്തര അന്വേഷണ സംഘമാണെങ്കിൽ പോലും ചോദ്യം ചെയ്യുമ്പോൾ അതിന് കൃത്യമായ അടിസ്ഥാനം ഉണ്ടായിരിക്കുമെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ കഴിയാത്തതും, അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നടിക്കുന്നതും ചില അന്തം കമ്മികൾ മാത്രമാണ്. അവരാണ് പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള ആരോപണം പിണറായിക്കും പാർട്ടിക്കുമെതിരെയാണെന്ന തരത്തിൽ അതിനെ വളച്ചൊടിക്കുന്ന കള്ളക്കഥകൾ വിശ്വസിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തെ പോലും ആക്രമിക്കാൻ ഇറങ്ങുന്നത്. ഇന്ന് ഈ നിമിഷം വരെ എന്റെ മകളുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം നിയമപരമായി ഞാൻ നേരിടുമെന്നോ, അല്ലെങ്കിൽ ഇത് പാർട്ടിയുടെ വിഷയമല്ല, എന്റെ സ്വകാര്യ വിഷയമാണെന്നോ പറയാനുള്ള ആർജവം പിണറായി കാണിച്ചിട്ടുണ്ടോ? പിണറായി എത്രയൊക്കെ പറഞ്ഞാലും കേവലം ഒരു പാർട്ടി പ്രവർത്തകനാണ്. എല്ലാ മുതിർന്ന നേതാക്കളെയും പോലെ പാർട്ടിയെ അനുസരിക്കേണ്ട, അല്ലെങ്കിൽ അനുസരിക്കുന്ന ഒരു നേതാവ്. അതിനപ്പുറം പിണറായിയുടെ വീട്ടിലെ പ്രശ്നങ്ങളോ, കുടുംബ പ്രശ്നങ്ങളോ, മകളുടെയോ മകന്റെയോ പേരക്കുട്ടികളുടെയോ വിഷയങ്ങളോ കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കേണ്ട വിഷയങ്ങളല്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സ്വാധീനിക്കേണ്ട വിഷയങ്ങളല്ല. അത് പാർട്ടിയെയും കേരള രാഷ്ട്രീയത്തെയും ബാധിക്കുന്നത് തന്നെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വഴിവിട്ട സഹായങ്ങൾ പിണറായി വിജയൻ മകൾക്ക് വേണ്ടി ചെയ്തത് കൊണ്ടാണ്. ചെയ്തില്ല എന്ന് തെളിയിക്കാനുള്ള തെളിവുകളോ രേഖകളോ ഒന്നും ഈ പറയുന്ന അപ്പന്റെയും മകളുടെയും കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പിന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസ് എന്ന് ആരോപിക്കുന്നതിൽ എന്താണ് വസ്തുതയുള്ളത്? കേസിൽ അന്വേഷണം വേഗത്തിലാക്കാനും കടുത്ത നടപടികളിലേക്ക് നീങ്ങാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദക്ഷിണ മേഖലാ മേധാവിയും സ്പെഷ്യൽ ഡയറക്ടറുമായ പ്രശാന്ത് കുമാറിന്റെ നിർദ്ദേശമുണ്ട്. അപ്പോൾ ഇനി കേസിന്റെ വഴിക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. പക്ഷേ ഈ കേസിന് പിന്നിൽ പിണറായിയും മകളും പെട്ടുപോകുമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് 10 വർഷം ഞങ്ങളെ പറ്റിച്ചതിന്റെ കണക്ക് എണ്ണി ചോദിക്കാനുണ്ട്. അതിനു കൂടി ഉത്തരം പറഞ്ഞിട്ടായിരിക്കണം പിണറായി ജയിലറയ്ക്കുള്ളിലേക്ക് പോകുന്നത്.